IFFKയുടെ ആവേശത്തിലാണ് തലസ്ഥാന നഗരം. അങ്ങനെ IFFK വേദിയിലെത്തിയപ്പോൾ നമ്മൾ ഷുക്കൂർ വക്കീലിനെ കണ്ടിരിക്കുകയാണ്. വക്കീലെ, എങ്ങനെയുണ്ട് IFFK ഒക്കെ എങ്ങനെ പോകണം? വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ടിന് മുമ്പിലാണ്. റാസി മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ചെയ്ത ഒരു ഗംഭീര വർക്കാണ്. ഇന്ത്യയിലെ വേൾഡ് സിനിമയിലെയും ഓരോ സിനിമ മേക്കേഴ്സിനെ ഉപയോഗിച്ച് അവരുടെ സിനിമയെക്കുറിച്ച് ധ്വനിപ്പിക്കുന്ന രീതിയിലൊരു ആർട്ട് വർക്കാണ്. എനിക്ക് അത് വലിയ ആകർഷണമായി തോന്നി. ഇതിന് മുൻവർഷങ്ങളിലൊക്കെ ഫോട്ടോസൊക്കെ ഇട്ടായിരുന്നത്, പക്ഷേ ഇത് വളരെ ഗംഭീരമായി തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക്, അത് ക്യൂറേറ്റർ TK രാജീവ് കുമാർ സാറാണ്. അവർ വളരെ നല്ല കോമ്പിനേഷനായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ എല്ലാ വർഷവും IFFKയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്ത പ്രാവശ്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഗോവൻ ഫിലിം ഫെസ്റ്റിവൽ പോലും വലിയ വിമർശനം നേരിടുകയാണ്. ആൾക്കാരുടെ സിനിമ നിലവാരത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ അതിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകളെക്കുറിച്ചും വലിയ അഭിപ്രായ വ്യത്യാസം. അതിൽ വ്യത്യസ്തമായിട്ട് ഒരുപാട് ജനപങ്കാളിത്തം ഉണ്ടെന്ന് മാത്രമല്ല, സിനിമയുടെ നിലവാരം ഉയർത്തുന്നതിൽ IFFK വലിയ മെച്ചപ്പെട്ട ഓരോ പ്രാവശ്യവും ഏറ്റവും മികച്ച സിനിമകൾ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ലോക സിനിമയുടെ പരിഗണിച്ചാലും ഇന്ത്യൻ സിനിമ പരിഗണിച്ചാലും മലയാളത്തിലെ സിനിമകൾ എടുക്കുന്ന സമയത്ത് വളരെ സെലക്ഷൻ പ്രോസസ്സ് വളരെ സുതാര്യമാണെന്ന് മാത്രമല്ല ഏറ്റവും മികച്ച് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ 3 സിനിമ കണ്ടു, ഇന്ന് 2 സിനിമ കണ്ടു. ഇന്നലെ കണ്ട സിനിമയിൽ നമ്മുടെ ബ്രസീലിയൻ 2 സിനിമ ബ്രസീലാണ്, 1 നോർവേ സിനിമയാണ്. അപ്പോൾ ആ സിനിമകളിലൊക്കെ ഓരോ സിനിമയും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് കണ്ടവരൊക്കെ പറയുന്നത്. ഇനിയും സിനിമകൾ ഇനിയും കുറേ ദിവസമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, പുറമേ ആയാൽ പോലും സംസാരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സിനിമയിൽ ഇതിൻ്റെ പ്രാധാന്യം, അത് ഏതിൻ്റെ പ്രാധാന്യം? ഇപ്പോൾ ആശയങ്ങൾ, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമ നമ്മളെ സ്വാഭാവികമായിട്ടും എല്ലാ കാലഘട്ടത്തിലും എല്ലാ ആർട്ട് വർക്കും കലകളും അതാത് സമൂഹത്തിൽ നടക്കുന്നതിൻ്റെ പ്രതിഫലനവും കലാകാരനത് കാണുന്നതിൻ്റെ പ്രതിഫലനമായിരിക്കും. ഇപ്പം നമ്മൾ ഒരു വലിയ പ്രൊപ്പഗൻഡ സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ വിവാദമായ കേരളത്തിലെ സിറിയയിലേക്ക് ആൾക്കാർ പോയ അതുപോലെ ലവ് ജിഹാദ് പോലുള്ള സിനിമകൾ, അത് ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ സവർക്കറിനെ കുറിച്ചുള്ള സിനിമ, ഈ പ്രൊപ്പഗൻഡ സിനിമ തിരിച്ചറിയാനുള്ള കഴിവ് മലയാള പ്രേക്ഷകർക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രൊപ്പഗൻഡ സിനിമയും മലയാളത്തിൽ വിജയിക്കാറില്ല. പക്ഷേ അത് മലയാള പ്രേക്ഷകർ വളരെ കൃത്യമായി സിനിമ അവർക്ക് ഉൾക്കൊള്ളാനും അടയാളപ്പെടുത്താനും കഴിയും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ലോകം മുഴുവൻ ഒരു വലതുപക്ഷ ചായ്വിലേക്ക് പോകുന്ന ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ട്. വേൾഡ് പൊളിറ്റിക്സ് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഈ സിനിമയുടെ നമ്മുടെ ഇപ്രാവശ്യത്തെ സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക സിനിമകളും അങ്ങനെയാണ്. സിനിമ സംവിധായകർ സ്ത്രീകളാണ്, സ്ത്രീകളുടെ ഇഷ്യൂസാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വേൾഡിൽ ഒരു വലതുപക്ഷ ചായ്വ് വരുമ്പം ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുക, അവഗണിക്കപ്പെടുക സ്ത്രീകളാണ്. എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പം കമലാ ഹാരിസിനെ പോലുള്ള ഒരാൾ അമേരിക്കയിൽ ജയിക്കുന്നില്ല. ട്രംപിനെ പോലുള്ള അതിതീവ്ര വലതുപക്ഷം പറയുന്ന ആളാണ് ജയിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന അത് നൽകുന്ന മെസ്സേജ് വളരെ അപകടം പിടിച്ചാണ്. അതിന് കമലാ ഹാരിസിനെ പോലെ ഒരു ഇപ്പോൾ അമേരിക്കയിൽ ആര് വന്നാലും വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ, ആ സിസ്റ്റത്തിന് വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ പോലും അവിടെ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒബാമയ്ക്കുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന, സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള, സ്ത്രീകളെ ഏറ്റവും അധികം സിനിമാ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. നമ്മുടെ ഈ 2024 കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ ഇമ്പാക്റ്റുമാണ്. ഇപ്പോൾ തന്നെ 32 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിപ്രഗത്ഭരായ നടന്മാരുടെ പേരിലുള്ള കേസുണ്ട്. അതിനോടൊപ്പം സുപ്രീം കോടതിയിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അരിഞ്ഞ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമാ മേള നടത്താൻ കേരള ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പും തയ്യാറായത്. അതൊരു കൃത്യമായൊരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്. സ്ത്രീകൾക്കിടെ ഇപ്പം ഇവിടെ ആദരിക്കപ്പെടുന്ന ആൾ മറ്റേ വിദേശത്തുള്ള ആംഗോയായാലും നമ്മുടെ ഷബന ഹാഷ്മി, പിന്നെ പായൽ കപാടി, ഇവരൊക്കെ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ലവബിൾ എന്ന് പറയുന്ന സിനിമ, നോർവേ സിനിമ, ആ സിനിമയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്നത്, ഇപ്പം പുരുഷന്മാരും സ്ത്രീകളും ഓരോ സംഗതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഫീൽ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ അല്ലല്ലോ, അവരുടെ പല ഫീലിങ്സും വ്യത്യസ്തമാണ്. അതൊക്കെ കൃത്യമായി ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് അത് അവതരിപ്പിക്കാൻ സിനിമയിൽ കാണുന്നുണ്ട്. അത് തീർച്ചയായും നമ്മുടെ കാഴ്ചപ്പാടിനെ മറ്റും പുതിയ തലമുറയിലെ ആൾക്കാർ സിനിമയൊക്കെ കാണുമ്പോൾ അവർക്ക് എന്താണ് സ്ത്രീകളോട് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്,
അപ്പോൾ ഒരു ആൺകോയ്മ സമൂഹത്തിൽ വളർന്ന ആൾക്കാർ, ഞാൻ അടക്കമില്ല ആൾക്കാർ, ഞങ്ങളൊക്കെ കൃത്യമായ പാട്രിയാർക്കി ബോധം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മളൊക്കെ എത്ര മാറ്റാൻ ശ്രമിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞിടക്കുന്ന പാട്രിയാർക്കി ഉണ്ടാവും. ആ പാട്രിയാർക്കി മാറി മാറി പോകണമെങ്കിൽ സ്ത്രീകളെ കേന്ദ്രീകരിക്കുന്ന, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുന്ന, സ്ത്രീകളോട് നമ്മൾ എങ്ങനെ ഇടപഴകണമെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് മാറുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക ചലച്ചിത്രമായിരിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ചർച്ചയായ ഒരു കാര്യം, അല്ലു അർജുൻ്റെ അറസ്റ്റ്. ഒരു കലാകാരൻ, ഒരു വക്കീൽ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് എന്താ പറയുക? അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് മിതമായ ഭാഷയിൽ പറഞ്ഞ ശുദ്ധ തെമ്മാടിത്തരാണ്. ആ വാക്ക് അൺപാർലമെൻ്ററി ആണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇതേ ഇഷ്യൂവിൽ നേരത്തെ ഷാരൂഖ് ഖാൻ്റെ മേലൊരു കേസുണ്ടായി. അതിൽ ഹൈക്കോടതിയും സുപ്രീം കോടതി പറഞ്ഞത് കേസെടുക്കാൻ പാടില്ല. നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ്, സുപ്രീം കോടതി ഹൈക്കോടതിയും ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച്, ഹൈക്കോടതി പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റിലും, സുപ്രീം കോടതി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർക്കും അത് ബാധകമാണ്. അദ്ദേഹം ഇപ്പം മാത്രമല്ല, അല്ലു അർജുൻ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ താങ്ങി നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാലിന് എന്നൊക്കെ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സിനിമകളിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ 1000 കോടി സിനിമയെക്കുറിച്ച് നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടാം, മലയാളികളെ കാഴ്ച വേറെയാണ് ആ സിനിമയെക്കുറിച്ച്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ അത്ര ആൾക്കാർ വേണമല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്ത് കുറ്റം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് അദ്ദേഹം പോയ സമയത്ത് ആൾക്കാർ കൂടുന്ന, ഇപ്പോൾ പോലീസിൽ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആരൊക്കെ വരുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ആൾക്കാർ ഇതുപോലുള്ള ഒരു താരം വരുന്ന സമയത്ത് ആൾക്കാരെ നിയന്ത്രിക്കാനുള്ള, പോലീസിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിയമപ്രകാരം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ ഭാഗത്തിൽ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ആരാണോ വന്നത്, ആ താരത്തെ കാണാൻ വന്നതിന് പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് ശുദ്ധ തമ്മാടിത്താണ്, തോന്നിയാസാണ് ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം ആ FIR ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിരിക്കുക, അതിനെ മറികടന്നുകൊണ്ട് ലോക്കൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം പോലീസ് മജിസ്ട്രേറ്റിനെ ഹാജരാക്കുക, മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുക. അതൊക്കെ ഒരു നിലക്കും നിയമപരമായി നിലനിൽക്കുന്ന കാര്യമല്ല. സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ തോന്നിയാസവും തമ്മാടുത്താണ്. അതൊന്നും അനുവദിക്കാനേ പാടില്ലായിരുന്നു. അത് ആ വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാണ്. ഷാരൂഖ് ഖാനും അങ്ങനെയുള്ളവരൊക്കെ ഇത് ചെയ്തിട്ടും 2 നീതി നടന്മാരോടുണ്ടോ? അങ്ങനെയുണ്ട്. അത് ഷാരൂഖ് ഖാനെതിരെയും കേസെടുത്തു. പക്ഷെ നമ്മളിപ്പോൾ മമ്മൂട്ടി സാറ് അല്ലെങ്കിൽ ലാൽ സാർ ഒരു സ്ഥലത്തേക്ക് വരുന്നത്, അപ്പോൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് പോലീസിന് ഒരുപാട് സംവിധാനമുണ്ട്. എല്ലാ സ്റ്റേറ്റ് പോലീസിനും സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെ വരുന്നത്, ഇപ്പം അല്ലു അർജുൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആൾക്കാർ കൂടും. സ്വാഭാവികമായിട്ടും ആരും അത് നിയന്ത്രിക്കാൻ വേണ്ടിയാണല്ലോ പോലീസ് സംവിധാനം. അപ്പം അത് ചെയ്യാതെ അവരുടെ ഭാഗത്ത് വീഴ്ച വന്നതിന് ശേഷം ആ നടനെതിരെ ആക്ഷേപം ഉന്നയിക്കുക. ഇപ്പം മമ്മൂട്ടി ഇവിടെ വരികയായിരിക്കുക, നമ്മളെല്ലാം അദ്ദേഹത്തിനെ കാണാൻ പോകും. അപ്പോൾ നമ്മൾ നമ്മൾ സ്വയം നിയന്ത്രിക്കും. പിന്നെ പോലീസ് അദ്ദേഹത്തിന് ആളെ അടുത്തെത്താതിരിക്കാൻ ശ്രമിക്കണം, അദ്ദേഹത്തെ കയറി പിടിക്കാതിരിക്കാൻ ശ്രമിക്കണം, ആൾക്കാർ തള്ളി മരിക്കാതിരിക്കുക, അതെല്ലാം പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്യേണ്ടത് അവരാണ്. അതിന് പകരം ഇദ്ദേഹത്തെ പോലുള്ള അതിപ്രഗത്ഭനായ ഒരു സിനിമ താരെന്ന വാക്കാണ് കുറേ കൂടി ആപ്റ്റ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയെങ്കിലും അദ്ദേഹം ഒരു സിനിമാ താരമാണ്, ഭയങ്കരമായ ആരാധകരുള്ള ഒരാളാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നതിൽ എന്ത് സന്തോഷം അവർക്ക് കിട്ടുമെന്നറിയില്ല. അത് ഒരു നിലക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതാണ്. ഏതായാലും ശുക്കൂർ വക്കീലിൻ്റെതായ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഈ പറഞ്ഞതുപോലെ IFFKയിലെ വിശേഷങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളോടും പ്രതികരിക്കുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.